I don't plan to go legal and do anything. എല്ലാം ദൈവം എനിക്കെന്ത് പ്ലാൻ ചെയ്തിരിക്കുന്നു അത് കിട്ടുന്ന ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് ആർക്കെതിരെയും പോകാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. ആർക്കെതിരെയും കേസ് കൊടുക്കാനേ ഞാൻ താല്പര്യം. ഇന്ന് തന്നെ ഞാൻ ഈ പറഞ്ഞതിന്റെ ഒരേ ഒരു റീസൺ 112 വട്ടുള്ള ആളെ വിളിച്ചെന്നു ഐ വാസ് വെരി ഹേർട്ട്. ബിക്കോസ് ഞാൻ ആ ഒരു സീൻ കണ്ടിട്ട് 112 വിളിച്ചപ്പോ അത് എനിക്ക് ജീവനിൽ എനിക്ക് പേടിയായി പോയി. കാരണം ഞാൻ വിചാരിച്ചു ഇത് കണ്ടത് കൊണ്ട് ഒബ്വിയസ്ലി ഒരു മിനിസ്റ്റർ ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് ഫോട്ടോ എടുത്താൽ ഉറപ്പായിട്ടും അത് എനിക്ക് എന്റെ ജീവിതം പ്രശ്നമാണെന്ന് എനിക്ക് അറിയായിരുന്നു. ഞാൻ ഐ വാസ് സ്കേർഡ് ദാറ്റ് ഐ വിൽ നോട്ട് ബി ഏബിൾ ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ റൂം സേഫ് എന്ന് പേടി കൊണ്ട് ഞാൻ വിളിച്ചതാണ്. മനോജ് എന്ന് പറയുന്നത് അച്ഛൻ ബാലകൃഷ്ണ പിള്ള സാറിന്റെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫാണ്. ഇപ്പൊ ഗണേഷ് എന്നെ ആരും വിളിച്ചിട്ടില്ല. കോൺഗ്രസ് എങ്ങനെയാണ് കട്ടിൽ കിടക്കുന്ന ആളുടെ ഫോട്ടോ എടുത്ത് എന്റെ കയ്യിൽ തരുന്നത്? എന്റെ കയ്യിൽ പിക്ചേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് അന്വേഷിക്കാലോ. ഞാൻ 112 വിളിച്ചോ, ഞാൻ ലേഖ ചേച്ചീനെ വിളിച്ചോ, പോലീസ് വന്നോ, പിങ്ക് പോലീസ് വന്നോ, എന്റെ കയ്യിൽ പിക്ചേഴ്സ് ഉണ്ടല്ലോ. ഐ ഹാവ് ദി എവിഡൻസ് വിത്ത് മീ. ഞാനത് CM സാറിന് കാണിക്കാൻ വില്ലിങ് ആണല്ലോ. എനിക്കറിയില്ല, ഞാൻ വീട്ടിൽ കയറി തിരിച്ച് ഒരു ഹാഫ് ആൻ അവർ തിരിച്ചു വരുമ്പോഴേക്കും അവർ പോയിട്ടുണ്ടായിരുന്നു. അതെ, അവർ വന്നില്ല. ഉള്ളിലേക്ക് മാഡം പോവൂ, ധൈര്യമായിട്ട് പോവൂ, ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ എന്നെ വാതിൽ തുറക്കാൻ സമയമായപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അവർ പുറത്തുണ്ടെന്നിട്ട് പോലീസ് ഹെൽപ്പ് ഹെൽപ്പ് എന്ന് പറയുന്നു. ലൈക്ക് എ ഫൂൾ ഐ ആം സ്ക്രീമിങ്. പക്ഷെ അവരൊന്നും ഇല്ലായിരുന്നു അവിടെ. എതിരായിട്ട് പോകാനോ ഒന്നും പ്ലാൻ ഇല്ല. പക്ഷെ ഇതുപോലെ തന്നെ അതെല്ലാം ഞാൻ നുണയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പത്രങ്ങൾക്കൊന്നും കൊടുക്കാനൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. ബിക്കോസ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ എല്ലാം നമ്മുടെ സംസ്ഥാനത്തിന്റെയും എല്ലാം തലവനായിരിക്കുന്നത് CM സാറാണ് അല്ലേ. അപ്പോൾ ഞാൻ നേരിട്ട് അവിടെ പോയി അഥവാ എനിക്കെതിരെ എന്തെങ്കിലും ഇനി ഒരു അലിഗേഷൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ എം വില്ലിംഗ് ടു ഷോ ദി എവിഡൻസ് ടു CM സാർ. അത് ഞാൻ ഇന്ന് രാവിലെ വീണയെടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ എല്ലാ എവിഡൻസും ഉണ്ട് ആൻഡ് ഐ എം വില്ലിംഗ് ടു ഷോ ദി എവിഡൻസ് ടു CM സാറിന് ഞാൻ ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ട്. ശ്രീലേഖ ആരാണെന്ന് ചോദിച്ചാൽ എനിക്കൊരു പ്രതിസന്ധി വന്നപ്പോൾ എന്നെ സഹായിക്കാനുണ്ടായിരുന്ന എന്റെ ചേച്ചിയെ അങ്ങനെ പറയുമ്പോൾ അതൊരു പൊളിറ്റിക്കൽ ഇതായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ ഇറ്റ്സ് നോട്ട് റൈറ്റ്. ബിക്കോസ് അവരെന്നെ സഹായിക്കാൻ വന്നത് ഈ ഫസ്റ്റ് ടൈം അല്ല. അവർ 2009 അവരെന്നെ സഹായിക്കാൻ വന്നിട്ടുണ്ട്. അപ്പൊ അവരെയൊക്കെ കൂടി ചേർത്ത് പറയുന്നത് ഇറ്റ്സ് നോട്ട് റൈറ്റ്. കഴിഞ്ഞ സെപ്റ്റംബർ തൊട്ടേ ഞങ്ങള് ഒരുമിച്ചല്ല. ഐ ബീൻ സ്റ്റേയിങ് ഇൻ ദുബായ് കുറെ കാലമായിട്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ ഞാനൊരു പ്രസ് കോൺഫറൻസിനോ ഇതിപ്പോ എന്നെ എനിക്ക് വട്ടാണെന്നും ചേച്ചി ആരാണെന്നും ചോദിച്ചത് കൊണ്ട് മാത്രം പ്രതികരിച്ചതാണ്. ദാറ്റ്സ് ഓൾ.